ഉണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈശോമനസത്തിലെ 3-ാമത്തെ മന്ത്രമാണ്. അപ്പൊ ആ മന്ത്രം ഞാനൊന്ന് വായിക്കാം. എല്ലാവരും ബുക്ക് ഉണ്ടെങ്കിൽ കയ്യിലെടുക്കുക കേട്ടോ. മന്ത്രം 3. അസൂര്യാനാമതേ ലോക അന്ധേന തമസാവൃതഃ താംസ്തേ പ്രേമാത് പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോ ജനഃ. വേർഡ് ബൈ വേർഡ് മീനിങ്. അസൂര്യ, അസുരന്മാർക്ക് വേണ്ടിയുള്ള നാമ, പേരിനാലുള്ള പ്രസക്തി. തേ, ആ, ലോക, ഗ്രഹങ്ങൾ, അന്ധേന, അജ്ഞാനത്താൽ, തമസ, അജ്ഞാനത്താൽ, ആവൃത, ആവരണം ചെയ്യപ്പെട്ട, താൻ, ആ ഗ്രഹങ്ങൾ, തേ, അവ, പ്രത്യേ, മരണാനന്തരം, അഭിഗച്ഛന്തി, പ്രവേശിക്കുന്നു, ഏതൊരുവൻ, കേ, എല്ലാവരും, ച, ആത്മഹന, ആത്മാവിനെ ഹനിക്കുന്നവൻ, ജനങ്ങൾ. വിവർത്തനം ശ്രീലപ്രഭുപാദരുടെ. ആത്മഹന്താവ് ആരൊരുവനായാലും ആസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതുമായ ലോകങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഇനി ഈ ശ്ലോകത്തിനെ കുറിച്ച് നോക്കാം. അതായത് ഈ ആദ്യത്തെ 3 മന്ത്രങ്ങളും, അതായത് 1 തൊട്ട് 3 വരെയുള്ള മന്ത്രങ്ങളും ഈശ്വരനും ജീവാത്മാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ 3 ശ്ലോകങ്ങളിലും പറയുന്നത്. പിന്നെ ഭഗവാൻ ആരാണെന്ന് വെച്ചാല് കൺട്രോളറാണ്, പ്രൊട്ടക്ടറാണ്, ഡിസ്ട്രോയറാണ് എന്നുള്ളതാണ്. അപ്പോൾ ജീവാത്മാക്കൾ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അതായത് 15-ാമത്തെ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം പറയുന്നത് മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അതായത് എല്ലാ ആത്മാക്കളും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. പിന്നെ അതേസമയം ലോകത്തിലുള്ള എല്ലാ ബദ്ധാത്മാക്കളും അവർ മനസ്സ് ഉൾപ്പെടെ 6 ഇന്ദ്രിയങ്ങളും കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തില് 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് സുരന്മാര്, മറ്റേത് അസുരന്മാര്. അപ്പോ ഇവരെ കുറിച്ച് നമുക്ക് എന്താണ് പ്രഭുപാദ് പറയുന്നത് നോക്കാം. ഈ ചുമതലാ ബോധമുള്ളവരും അതുപോലെ ഭഗവാൻ പറയുന്ന ഭഗവാന്റെ നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവര് ആയിട്ടുള്ള ആളുകള് സുരന്മാർ എന്ന് പറയുന്നു. അതേസമയം ഭഗവാന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തോന്നി പോലെ നടക്കുകയും ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുകയും ഭഗവാനെ കുറ്റം പറയുന്നവരും ആയിട്ടുള്ളവരെ നിഷേധാത്മകത്തില് അവര് നോക്കുന്നവരുമായിട്ടുള്ള അവരെ പറയുന്നതാണ് അസുരന്മാർ എന്ന് പറയിക്കുന്നത്. അവര് ഭഗവാൻ പറയുന്നതൊന്നും അനുസരിക്കുകയോ ഒന്നുമില്ല. അവര് അജ്ഞാനത്തില് ആയതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. അതേസമയം സുരന്മാര് എന്താണ് ചെയ്യുന്നത്? അവര് സദാസമയവും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്നു എന്നാണ് ഋഗ്വേദം പറയുന്നത്. അപ്പോ ആ അസുരന്മാര് വ്യക്തമായും അതേസമയം അവർക്ക് നല്ല വ്യക്തത ഉണ്ട്. സുരന്മാർക്ക് വ്യക്തത ഉണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് സുതാര്യത ഉണ്ട് അവർക്ക്. അവരുടെ ജീവിത പിന്നെ പാത എന്ന് പറയുന്നത് സൂര്യപ്രകാശം കിട്ടിയാൽ എങ്ങനെ നമുക്ക് എല്ലാ വസ്തുക്കളും കാണുകയും ആ വഴി വൃത്തിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു, അതുപോലെയുള്ള ഇതിൽ കൂടിയാണ് സുരന്മാരായിട്ടുള്ളവര് പോകുന്നത്. പക്ഷെ മറ്റേ അസുരന്മാരുടെ വഴിയാണെങ്കിൽ ഇരുളടഞ്ഞതും അവർക്ക് തോന്നിയ പോലെയൊക്കെയാണ് അവര് പെരുമാറുന്നത്. അപ്പോ ഇതിൽ പറയുന്നത് സുരന്മാർക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. കാരണം ഭഗവാന്റെ വഴിയിൽ ഭഗവാൻ പറഞ്ഞ പോലെ നടക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, മനസ്സിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അർജുനന് അങ്ങനെയാണല്ലോ. പിന്നെ ഹൈ ലെവൽ ക്ലാരിറ്റി ആയിരുന്നു അർജുനന്. കൃഷ്ണൻ പറഞ്ഞു തന്ന പോലെ എല്ലാം അതുപോലെ അനുസരിക്കുന്നുണ്ട്. ഒരു സംശയവും മനസ്സിലില്ല. പിന്നെ മറ്റവർക്കാണെങ്കിൽ സംശയം ഉണ്ടാകും. എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാകുമോ, അങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ എന്നുള്ള ഒരു ഇതുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അവര്
ഭഗവാന്റെ പാതയിൽ കൂടിയല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാല് വളരെ ദുർലഭമാണ്. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നു, എന്താണ്, ബഹൂനാം ജന്മനാ മധ്യേ ജ്ഞാനവാന്മാ പ്രപദ്യതേ വാസുദേവ സർവമിതി വാസുദേവ സർവസ മഹാത്മാ സദുർലഭ എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാല് വളരെയധികം ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോ എത്രയോ ജന്മങ്ങൾ എടുത്ത്, ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന് ശേഷം ആരൊക്കെയായിട്ട്, വൃക്ഷങ്ങളായിട്ട്, മൃഗങ്ങളായിട്ട്, പക്ഷികളായിട്ട്, ഉറുമ്പുകൾ, എന്തെല്ലാം ഈ ലോകത്തില് ജീവികളുണ്ടോ അതെല്ലാം ആയിട്ടാണ് അവസാനമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. പക്ഷെ ആ മനുഷ്യജന്മം കിട്ടിയാല് നമ്മളത് പാഴാക്കി കളയാൻ പാടില്ല. മനുഷ്യജന്മം കിട്ടിയാൽ അത് ആ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ പാഴാക്കുകയാണെങ്കിൽ അത് നമ്മുടെ തന്നെ തെറ്റാണ്. അത് നമുക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പോ പറയുന്നത്, ഈ സംസാര സാഗരത്തിൽ നിന്ന് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു ശ്രീല പ്രഭുപാദ് ഒരു സാഗരത്തിനോട്, അതായത് സമുദ്രത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മനുഷ്യജന്മം അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്, ലൈഫ് ബോട്ടാണ്. അപ്പൊ ആ ബോട്ടില് നമുക്ക് ആ സമുദ്രം കടക്കണമെങ്കിൽ, നമ്മുടെ ഈ സമുദ്രം കടക്കണമെങ്കിൽ നീന്തി കടക്കാൻ പറ്റൂല, നമുക്ക് നീന്താൻ പറ്റൂല. അപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിനനുസരിച്ചുള്ള ആചാര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം ഉണ്ട്. അപ്പൊ അവര് നമ്മളെ അങ്ങോട്ട് കടത്തി വിടും. ആ ഇതിൽ കൂടി നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അവര് നമ്മളെ സഹായിക്കും. അവര് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് അവര് നമ്മളെ കടത്തിവിടും. അതേസമയം നമ്മൾ ഈ ജീവിതം കിട്ടിയിട്ട് ഭക്തിയുത സേവനം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാല് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഈ ലോകത്തിൽ നിന്ന്. നമ്മൾ ഭക്തിയുത സേവനം, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അത് ചെയ്യാതെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കറങ്ങി നടക്കുന്നവരെയാണ് ആത്മഹ അല്ലെങ്കിൽ ആത്മാവിന്റെ കില്ലർ അല്ലെങ്കിൽ സോളിന്റെ കില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ ഉള്ളവര് അവരുടെ അടുത്ത ജീവിതം എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ഒരു നരകത്തിലോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളിലോ ഒക്കെ ആയിരിക്കും അവര് ജനിക്കുക. കാരണം പ്രകൃതി തന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. അങ്ങനെയാണത്. അപ്പോ ശ്രീല പ്രഭുപാദ് പറയുന്നു, പട്ടിക്കും പൂച്ചക്കും ആഹാരം വേണം, എല്ലാവർക്കും വേണം, മനുഷ്യർക്കും വേണം, എല്ലാവർക്കും വേണം. പക്ഷേ നമ്മള് പട്ടികൾക്ക് അല്ലെങ്കിൽ നായകൾക്ക്, മൃഗങ്ങൾക്കൊക്കെ ഒരു ചപ്പാത്തി കഷ്ണമോ അല്ലെങ്കിൽ ഒരു ബ്രെഡിന്റെ പീസോ അല്ലെങ്കിൽ കുറച്ച് ചോറോ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയോ വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അത് കഴിക്കും. അതേസമയം ഈ പന്നികളൊക്കെ എന്താ കഴിക്കുന്നത്? അവർ കഴിക്കുന്നത് സ്റ്റൂൾസ് ആണ്. അതാണ് അവർക്ക് പ്രിയമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളവര് അത് കഴിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവർക്ക് ആഹാരം കിട്ടുന്നത്. ആരെങ്കിലും കൊടുത്താലായി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ്. അപ്പോ അതേസമയം മനുഷ്യർക്കാണെങ്കിൽ എന്താണ്? മനുഷ്യർക്ക് ആഹാരത്തിനൊന്നും ഒരു പഞ്ഞവും ഇല്ല. കാരണം അമ്പലങ്ങളിലൊക്കെ ആയാലും പല രീതിയിലുള്ള സദ്യകളും അതും ഇതും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോയാലും ഇതാ കഴിക്കാം. ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വിശന്ന് ശരിക്കു പറഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് ആരും ആഹാരം കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം വേണ്ടാതെ എത്രയോ ആഹാരങ്ങളാണ് ഓരോ മനുഷ്യരും കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലൊക്കെ കളയുന്നത് എന്നുള്ളത് കണ്ടാൽ സങ്കടം വരും നമുക്ക്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ പിന്നെ ഇവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാല് പൈസ ചോദിക്കും. ഇങ്ങനെയുള്ള ആളുകൾ പൈസ ചോദിക്കും. അത് എന്തിനാണ്? ആഹാരത്തിനായിട്ടല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ ഒന്നല്ലെങ്കിൽ കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ മാംസം മേടിച്ച് കഴിക്കാനായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ അവര് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കരുത്. കാരണം അവരത് ചെയ്താൽ, നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് അത് ചെയ്താൽ നമുക്കും കൂടി അതിന്റെ പാപം വരും എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ നമ്മുടെ ജീവിതത്തില്
എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടുകൾ വരും. എങ്ങനെ ഈ കൃഷിനാശം വന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നു, അപ്പോഴെല്ലാം നമുക്ക് ഭക്ഷണത്തിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. അല്ലാതെ നമുക്ക് അങ്ങനെ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടതാണ്. ഇത് എന്തിനുള്ളതാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. മൃഗങ്ങളുടെ പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങരുത് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. കാരണം പ്രഭുപാദ് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവിതം വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ വേണം ജീവിക്കാനായിട്ട്. പിന്നെ ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പറയുന്ന പിന്നെ ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ആത്മാവ് ശാശ്വതമാണ്, ശരീരം നശ്വരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് പറ്റും. അതായത് ആത്മാവിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല മീൻസ് ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഉണക്കാനോ നനയ്ക്കാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ ഒന്നിനും പറ്റൂല. അതേസമയം ശരീരമാണെങ്കിലോ, ശരീരത്തിന് അത്രയും വില ഉള്ളൂ. കാരണം ശരീരത്തിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ നശ്വരമാണത്. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരമെല്ലാം മണ്ണിനടിയിലായിരിക്കും, അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കും, അല്ലെങ്കിൽ പുഴുക്കൾ തിന്നു പോകും, അല്ലെങ്കിൽ കഴുകുമാർ തിന്നും. അങ്ങനെ ആണ് ശരീരത്തിന് അത്രയേ വില ഉള്ളൂ. പക്ഷെ വിലയുള്ളത് ആത്മാവിനാണ്. അപ്പൊ പറയുന്നത് എന്താണ്? നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക. എന്താണ് നമ്മുടെ സ്വരൂപം എന്താണെന്നുള്ളത്? ജീവേര സ്വരൂപഹയ കൃഷ്ണര നിത്യദാസ. നമ്മുടെ ജോലി ഓരോ ജീവാത്മാവും കൃഷ്ണന്റെ നിത്യദാസനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കൃഷ്ണനെ സേവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവാത്മാവിന്റെ ജോലി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഭഗവാനെ അറിയണം. ആദ്യം നമ്മൾ ആരെ പൂജിക്കണം, ആരെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ ഭഗവാനെ നമ്മൾ അറിയണം. അത് എങ്ങനെ നമ്മൾ അറിയും ഭഗവാനെ? ഭക്തിയോഗത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാം. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം. നമ്മൾ ആരാണ്? ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് വന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. പക്ഷെ ഇവിടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയമാണ്, അശാശ്വതമാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇനി തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് ഭഗവാൻ കാത്തിരിക്കണേണ്. നമ്മൾ എന്ന് വരും എന്നുള്ളത് പറയും. ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പുറത്തേക്ക് പോയാല് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വീട്ടിൽ വരുന്നവരെ അച്ഛനമ്മമാരെ എങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കും, അതേപോലെയാണ് കൃഷ്ണൻ നമ്മളെ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാന് സേവനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത്? തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഭക്തിയോഗം എന്താണ് ഭക്തി? ഭക്തി എന്ന് വെച്ചാല് നമ്മള് സ്വയം കൃഷ്ണനെ സമർപ്പിക്കുക. അതാണ് ഭക്തി. അതായത് യാതൊരു എക്സ്പെക്ടേഷനും പാടില്ല നമുക്ക്. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ ഒന്നുമില്ല. മനസ്സാ വാചാ കർമ്മണ നമ്മൾ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുക. എന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. അങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഊഹാപോഹത്തിലോ തത്വശാസ്ത്ര ഗവേഷണത്താലോ അല്ലെങ്കിൽ ധ്യാനത്തിനാലോ ഒന്നും നമുക്ക് കൃഷ്ണനെ അറിയാനായിട്ട് കഴിയുകയില്ല. പിന്നെ എങ്ങനെ കൃഷ്ണനെ അറിയാം? അതാത് പറയുന്നത് ഭക്ത്യാമാം അഭിജാനാതി എന്നാണ് പറയുന്നത്. ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ കൃഷ്ണനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഭൗതിക ലോകത്തില് നമുക്കൊരു രോഗമുണ്ട്. എന്താണത്? അല്ലെങ്കിൽ നമുക്കൊരു ഡിസീസ് ഉണ്ട്. എന്താണത്? നമ്മൾ കൃഷ്ണനെ മറന്നു പോകുന്നു, ഭഗവാനെ മറന്നു പോകുന്നു. അതായത് ഭഗവാൻ നമ്മുടെ പ്രൊട്ടക്ടറാണ്, മാസ്റ്ററാണ്, ഫ്രണ്ടാണ്, ഇതിലെല്ലാത്തിലും ഉപരി വെൽവിഷറാണ്, നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ് ഭഗവാൻ. അപ്പോ ആ ഭഗവാനുമായിട്ട് നമ്മൾ നല്ല ബന്ധം വെക്കുക തന്നെ വേണം. പിന്നെ ഈ കൃഷ്ണൻ യഥാർത്ഥ സ്ഥിതി അറിയാത്തവർ പറയും
പിന്നെ കൃഷ്ണനെ കുറിച്ച് ശരിക്കും അറിയാത്തവര് പറയും, കൃഷ്ണൻ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എന്നോട് മാത്രം നിർദ്ധയമായിട്ട് പെരുമാറുന്നു, മറ്റുള്ളവരോടൊക്കെ ദയ കാണിക്കുന്നു. എന്നാൽ അവരൊക്കെ എത്രയോ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് മറ്റുള്ളവരെ വഞ്ചിക്കുന്നു, എന്നിട്ടും അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ കാറുണ്ട്, എല്ലാം ഉണ്ടെന്ന് അവര് പറയും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്ന 9:29 ശ്ലോകം പറയുന്നു, സമോഹം സർവഭൂതേഷു നാമേ ദേഷ്യോസ്ത നാ പ്രിയ. അതായത് എനിക്ക് ആരോടും പ്രിയമോ ആരോടും ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ ആരും പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഭഗവാൻ പറയുന്നു, ഞാൻ എല്ലാവർക്കും തുല്യനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ പറയുന്നു, എന്താണ്, യേ ഭജന്തി തൂമാം ഭക്ത്യ മയി തേ തേഷു ചാപ്യഹം എന്ന് പറയുന്നു. ഒരുവൻ എൻ്റെ ഭക്തനാകുകയും എന്നിൽ പൂർണ്ണമായി എനിക്ക് സമർപ്പിതനാവുകയും ചെയ്യുന്ന പക്ഷം ഞാൻ അവന് പ്രത്യേക ശ്രദ്ധ നൽകും എന്ന്. അപ്പോ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഭഗവാനെ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ ലീലകൾ കേൾക്കുക, നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, ഭഗവാനുമായിട്ട് വർത്താനം പറയുക, എന്തും ചെയ്യാം. നമ്മൾ ഭഗവാനെ പേടിക്കേണ്ട ആവശ്യമില്ല, കൃഷ്ണനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ കൃഷ്ണൻ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുമോ, ഞാൻ ഇങ്ങനെ പറയാമോ, അങ്ങനെ ചെയ്യാമോ, ഒന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിട്ട് ജീവിക്കേണ്ടതുമാണ്. അല്ലാതെ നമ്മൾ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യന് അതിന് ഭഗവാൻ തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷ്ണന്റെ ദാസനാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ്, എൻ്റെ ജീവിതം ഭക്തിയുത സേവനം ചെയ്യലാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുത്തില്ലെങ്കിൽ അവര് ആത്മഹത്യയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ളവർ എവിടെ പോകും? അവരുടെ അടുത്ത ജന്മം എന്ന് പറയുന്നത് ഈ ലോകങ്ങളില്, അതായത് പിന്നെ എന്തെങ്കിലും മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ മത്സ്യങ്ങളായിട്ടോ ഏതെല്ലാം തരത്തിലുള്ള നികൃഷ്ട ജീവികളായിട്ടുണ്ടോ അവര് ആ സ്ഥലത്താണ് പോകുക എന്നാണ് പറയുന്നത്. അവര് ഒരുപാട് കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ കാണാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാല് ബോംബെയിലൊക്കെ ഉള്ള ധാരാവി സ്ലംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ തന്നെ പോണമെന്നൊന്നുമില്ല, പല സ്ഥലത്തും ഉണ്ട് സ്ലംസ് ഏരിയാസ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എത്രയോ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ഈ കഷ്ടപ്പാടെന്ന് വെച്ചാൽ, കാരണം അവർ ചെയ്ത കർമ്മഫലങ്ങളുടെ ഫലമാണ് അവര് അനുഭവിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഉയരണം. അപ്പോ അവിടെ പോകുമ്പോ അവർക്ക് എന്താണ്, ഒന്നിനും അവർക്ക് സമയം കിട്ടൂല. അവർക്ക് ഭക്ഷണം കിട്ടാനുണ്ടാവില്ല, അവരുടെ മാനസികാവസ്ഥ ശരിയായിരിക്കൂല, പിള്ളേരെ നോക്കാൻ പറ്റൂല, ഒന്നിനും മരുന്നിന് പൈസ ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റൂല അവർക്ക് ഒരു തരത്തിലുള്ള ഭ്രമമാണ് ഉണ്ടാവുക. അതായത് അവരുടെ മനസ്സിങ്ങനെ ചഞ്ചലമായിട്ടിരിക്കും, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. അപ്പൊ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും, അവർക്ക് ആൻസൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, അതേസമയം ആൻസൈറ്റി ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാകും. ഇതിനെയാണ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ അജ്ഞാനം എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോ ഈ ശ്രീല പ്രഭുപാദ് പറയുന്നു, മനുഷ്യജന്മം കിട്ടിയാല് നമ്മൾ അതുപോലെ അത് നേരായ മാർഗത്തിൽ കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നു. അത് ചെയ്തില്ലെങ്കിൽ പ്രകൃതി നമ്മളെ തീർച്ചയായിട്ടും ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കഥ പറയുകയാണെങ്കിൽ, ദേവേന്ദ്രൻ ഉണ്ടല്ലോ, ദേവേന്ദ്രൻ മുമ്പ് ഇതുപോലെ വൃന്ദാവനത്തിലെ എല്ലാവരെയും ഒന്ന് ബുദ്ധിമുട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ഉദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരാഴ്ച മഴ പെയ്യിച്ചിട്ട് ഇത് ചെയ്തു ദേവേന്ദ്രൻ. അപ്പൊ എല്ലാവരും ആ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആഗ്രഹത്തില്. അപ്പോ അപ്പോഴാണ് നമ്മുടെ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി എല്ലാവരെയും ഒരു കൊടക്കീഴിലാക്കിയിട്ട് ഒക്കെ നിർത്തിയത്. പക്ഷേ അതേസമയം ബ്രഹ്മാവ് എന്ത് ചെയ്തു? പിന്നെ
ഈ ഗോപന്മാരും കൃഷ്ണനും എല്ലാ കളിക്കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് വൃന്ദാവനത്തിൽ കളിച്ചോണ്ടിരിക്കുകയും അവരൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഒക്കെ കണ്ട്. അപ്പൊ ബ്രഹ്മാവ് ഇത് കണ്ടപ്പോ ബ്രഹ്മാവിനൊരു സംശയമായി. കാരണം ഈ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? അവരുടെ വായിലുള്ള സാധനങ്ങൾ എടുത്ത് വായിലിടുന്നു, എന്നിട്ട് ഇവരുടെ വായിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവര് ചിരിച്ചു കളിച്ച് കളിക്കൂട്ടരായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ബ്രഹ്മാവിന് സംശയം, ഇത് ഭഗവാൻ തന്നെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമായി. അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ എല്ലാ ഗോപന്മാരെയും ആക്കിയിട്ട് എടുത്ത് മറവിൽ എടുത്തിട്ട് ബ്രഹ്മാവിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോ കൃഷ്ണന് കാര്യം മനസ്സിലായി. കാരണം കൃഷ്ണൻ അറിയാത്തത് ഒന്നുമില്ലല്ലോ ഈ ലോകത്ത്. എന്ത് നടക്കുന്നു, എന്ത് നടക്കാൻ പോകുന്നു, എന്ത് നടന്നിരുന്നു, ഇപ്പൊ നടക്കണ എന്താ, എല്ലാം അറിയാൻ പറ്റും. അപ്പോ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഒരു കൊല്ലാണ് അദ്ദേഹം ഇവരെ വെച്ചത്. പക്ഷെ അന്ന് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കളിയെല്ലാം കഴിഞ്ഞ് ഇവർ പോകുമ്പോൾ കൃഷ്ണന്റെ കൂടെ അതേപോലെയുള്ള അതേ രൂപത്തില് ഭഗവാൻ സൃഷ്ടിച്ച് അവരവരുടെ വീടുകളിൽ പോയി. എല്ലാവരും ആരും ഒന്നും അറിഞ്ഞില്ല. ഇത് കൃഷ്ണന് മാത്രം മനസ്സിലായി ഇതുള്ള കാര്യം. അപ്പോ അങ്ങനെ വന്നപ്പോഴ് ഈ ഇത്രയും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നതാണ് ബ്രഹ്മാവ്. അതേസമയം ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവാണെങ്കിലും ഇത്രയും ഉയർന്ന പദവിയല്ല ദേവേന്ദ്രന് ഉള്ളത്. അപ്പോ ഭഗവാൻ ശിക്ഷിച്ചത്, അപ്പൊ സുരഭി പശുവിനെ കൊണ്ടുവന്ന് ഇന്ദ്രൻ കാണിച്ചു. അപ്പോ ഈ ബ്രഹ്മാവിന് ശിക്ഷ കൊടുത്തു ഭഗവാൻ. എന്താണ് ചെയ്തത്? അടുത്ത ജന്മം ഒരു ഹരിദാസ് ഠാക്കൂറായിട്ട് ജനിക്കാൻ ഇടവന്നു. ബ്രഹ്മാവ് പോയിട്ട് മായാപൂര് പോയിട്ട് രംഗപ്രഭുവിനോട് ഇങ്ങനെ തപസ് ചെയ്ത് എല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അടുത്ത ജന്മത്തില് ഒരു മുസ്ലിം കുടുംബത്തിലായിരിക്കും ജനിക്കുക. പക്ഷെ നീ കുറെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 22 മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ വെച്ച് ഹരിനാമം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് ഹരിദാസ് ഠാക്കൂറിനെ അടിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ചാട്ടവാറുകൊണ്ട് അടിച്ച കാര്യങ്ങളെല്ലാം. പക്ഷെ അതൊന്നും നിർത്താതെ വീണ്ടും ഹരിദാസ് ഠാക്കൂർ ഇതെല്ലാം ചെയ്ത് പിന്നെ പക്ഷെ നീ എൻ്റെ ഒരു ഭക്തനാകും എന്ന് പറഞ്ഞു. അതാണ് എവിടെ ആയിരുന്നാലും നമ്മൾ കൃഷ്ണനോടുള്ള ഭക്തി നമ്മൾ കൈവിടാൻ പാടില്ല. നമ്മൾ ആ ഭക്തിയിൽ തന്നെ പോണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്തമുള്ളവര് തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പണിഷ്മെന്റ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് അത്രയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരവും ഭഗവത് സേവനവുമാണ് മനുഷ്യജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് ഒരു വിരക്തി ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ കൂടി തന്നെ അറിയാം. നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പല സാധനങ്ങൾ, അത് വേണം, ഇത് വേണം, സാരി വേണം, അല്ലെങ്കിൽ ആ പാത്രം വേണം, ആ സാധനം മേടിച്ച് തിന്നണം, കടയിൽ നിന്ന് അത് മേടിച്ച് തിന്നണം, ഹോട്ടലിൽ പോകണം, അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ല. അതെല്ലാം കുറഞ്ഞു വന്ന് ഒറ്റ ദിവസം കൊണ്ട് നിന്നു എന്നല്ല, കുറഞ്ഞു വന്ന് നമുക്ക് വിരക്തിയായി. ഇപ്പൊ ഒന്നും വേണ്ട, കൃഷ്ണനെ മാത്രം മതി, നമുക്ക് വായിക്കാം, നമുക്ക് ബോറടി ഇല്ല, നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോ ശ്രീല പ്രഭുപാദ് പറയുന്നത്, അപ്പൊ ഈ മനുഷ്യജന്മം കിട്ടുമ്പോ തന്നെ നമ്മൾ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടണം, ഈ ബിസിനസ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ഇവിടെ കറങ്ങി നടക്കുന്നവർക്ക് ഇവിടെ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ജന്മമരണത്തിന്റെ ചക്രത്തില് ഇങ്ങനെ കറങ്ങുന്നവരെയാണ് ആത്മഹ എന്ന് പറയുന്നത്. അവരെയാണ് ഈ ആത്മഹ എന്ന് പറയുന്നത്. അതായത് ആത്മാവിനെ ഇടുന്നവൻ, അയാള് നരകത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ആയിരിക്കും അടുത്ത ജന്മം അയാളുടെ ഉണ്ടാകുക. അതേസമയം നമ്മൾ മൃഗങ്ങളുടെ തുല്യരായിട്ട് ജീവിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മൃഗങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, പക്ഷെ മൃഗങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് മനുഷ്യജന്മം എന്നാണ് പറയുന്നത്. അതേസമയം മൃഗങ്ങൾ തിന്നുന്നു, പിന്നെ ഉറങ്ങുന്നു,
മൈഥുനം ചെയ്യുന്നു, ഭയമുണ്ട്, എല്ലാം ഈ 4 കാര്യങ്ങളുണ്ട് ഇല്ലേ മൃഗങ്ങൾക്ക്. അതേസമയം മനുഷ്യർക്കും ഈ 4 കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ എന്താണ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മീറ്റിംഗ്, ഡിഫെൻഡിങ്, ഈ 4 കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പട്ടികൾ എന്ത് ചെയ്യുന്നു? അവരൊരു മരച്ചോട്ടിലായാലും കിടക്കും, അതേസമയം റോഡിൽ കിടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെങ്കിലും വീടിന്റെ വരാന്തയിൽ വന്ന് കിടക്കും, അങ്ങനെ അവര് കിടക്കും. പക്ഷേ മനുഷ്യരാണെങ്കിലോ വീട്ടില്, സ്വന്തമായിട്ടുള്ള വീട്ടില് നല്ല ഇതായിട്ടുള്ള മെത്തയില്, വെള്ള മെത്തയിലൊക്കെ AC റൂമിലും ഒക്കെ ആയിട്ട് സുഖമായിട്ട് മനുഷ്യര് ഉറങ്ങുന്നു. അപ്പൊ അവരുടെ ഭക്ഷണം എന്താന്ന് വെച്ചാല് എന്തെങ്കിലും റോഡിൽ നിന്ന് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ അവര് പട്ടിണിയാണ്. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല. മെച്ചപ്പെട്ടതാണ് ജീവിതം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് ഉണ്ടാക്കി കഴിക്കാം. അതേസമയം 3 സ്റ്റാർ, 5 സ്റ്റാർ, 4 സ്റ്റാർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി കഴിക്കാം. പിന്നെ ചിലര് ഇപ്പൊ എന്തെല്ലോ ഒക്കെ ഉണ്ട്, എന്താണ് ബ്ലിങ്കറ്റോ എന്തോ ഒക്കെ, എനിക്ക് അറിഞ്ഞൂടാ അത്. അങ്ങനെയുള്ള ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിസ്സ ഓർഡർ ചെയ്യുന്നു, ബർഗർ ഓർഡർ ചെയ്യുന്നു, ബിരിയാണി ഓർഡർ ചെയ്യുന്നു, എന്താ ആവശ്യം എന്ന് വെച്ചാൽ എല്ലാം ഓർഡർ ചെയ്തൊക്കെ വീട്ടിൽ വന്നിട്ടാണ് മനുഷ്യരെല്ലാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം. അപ്പോ പിന്നെ പട്ടികള് അല്ലെങ്കിൽ പൂച്ചകള് അവരൊക്കെ പ്രതിരോധിക്കും. എങ്ങനെയാ അവര് പ്രതിരോധിക്കണത്? ഒരു പട്ടിയാവുമ്പോ അത് കുരയ്ക്കും ഇല്ലേ, ബൗ ബൗ എന്ന് പറഞ്ഞ് കുരയ്ക്കും. ഒരു സിംഹം എന്ത് ചെയ്യും? അത് ഗർജിക്കും. തേനീച്ച എന്ത് ചെയ്യും? കുത്തും നമ്മളെ ഇല്ലേ. തേനീച്ചയുടെ കുത്ത് ഒക്കെ കൊണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ വേദന എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ കൊതുകാണെങ്കിൽ കൊതുകിനെ കുറിച്ച് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈച്ചയാണെങ്കിൽ പെട്ടെന്ന് പറന്നു പോകും. അത് ഡിഫെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, പെട്ടെന്ന് പറന്നു പോകും. കാരണം അതിന്റെ കാലിലൊക്കെ കണ്ണുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ കാണാൻ പറ്റും, അത് പെട്ടെന്ന് പറന്നു പോകും. പക്ഷേ അതുപോലെ ഈ ഒക്ടോപ്പസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജീവിയുണ്ട് സമുദ്രത്തിന്റെ. അത് ആരെങ്കിലും അതിനെ പിടിക്കാൻ വന്നാല് അത് ഒരു തരം കറുത്ത പുക പുറപ്പെടുവിച്ചിട്ട് അത് രക്ഷപ്പെടും, അതിനെ കാണാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഓരോ ജീവികൾക്കും ഓരോ അവരവരുടേതായിട്ടുള്ള രീതിയിൽ രക്ഷപ്പെടാനുള്ള ഇത് ബുദ്ധിവൈഭവമൊക്കെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേസമയം മനുഷ്യരുടെ കാര്യത്തില് മനുഷ്യരെന്താ, കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ബാങ്ക് ബാലൻസ് കൂട്ടും ഇല്ലേ, വീടിന് വാതിൽ വെക്കും, വീടിന്റെ ചുറ്റും മതിൽ കെട്ടും, സേഫ്റ്റി അങ്ങനെ ചെയ്യും. എല്ലാവരും സ്വയം രക്ഷ നേടുന്നവരാണ് അവനവന്റെ രീതിയിൽ. രാജ്യത്തിനാണെങ്കിൽ ബൗണ്ടറി ഉണ്ടാവും, ഇത് പാകിസ്ഥാൻ അതിർത്തിയാണ്, ഇത് ഇന്ത്യയുടെ അതിർത്തിയാണ്, ഇത് ബംഗ്ലാദേശിന്റെ അതിർത്തി, അങ്ങനെ എല്ലാത്തിനും ഒരു സേഫ്റ്റി ഇത് എല്ലാവരും നിൽക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മള് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം മറക്കുകയാണ്, ഇവിടെ മറന്നു പോകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രകൃതിയെ കീഴടക്കാൻ നോക്കുകയാണ് നമ്മൾ. കാരണം ഞാൻ ഈശ്വരനേലും വലുതാണ്, എന്നെക്കാൾ വലുതായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിചാരം. അപ്പൊ ആ ദാസഭാവം, ഭഗവാനോടുള്ള നമ്മൾ ദാസനാണെന്നുള്ള ആ ദാസഭാവം മറക്കുന്നു നമ്മൾ. ഭഗവത് സേവനവും ആത്മസാക്ഷാത്കാരവുമാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന്, പരിപൂർണ ലക്ഷ്യമെന്ന് നമ്മൾ മറന്നു പോകുന്നു. അപ്പൊ ഇതിങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മളും മൃഗങ്ങളെ പോലെ ആകും അല്ലെ, വേറെ വ്യത്യാസമില്ല, മൃഗങ്ങളെ പോലെ ആകും. പ്രകൃതി അതിനനുസരിച്ച് നമുക്ക് പണിഷ്മെന്റും തരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് കഷ്ടപ്പാടും ഉണ്ടാവും നമ്മുടെ ജീവിതത്തില്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിലല്ല പോകുന്നത്, എന്റെ എന്തോ ശരിയായിട്ടുള്ള വഴിയല്ല ഞാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ നേരായ മാർഗത്തിൽ കൂടി ഭഗവത് സേവനം ചെയ്ത് ഭഗവാനെ പൂജിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയണം, ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ടിന് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു നല്ല കാര്യം പറയണം, ഇങ്ങനെ നിങ്ങളും കൂടി കൃഷ്ണാവബോധത്തിൽ വരണം, നല്ല കാര്യമാണ് ഇത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കേൾക്കാൻ പോലും, ചിലർക്ക് കേൾക്കാൻ പോലും സമയമില്ല. ചിലര് കേട്ടാൽ എന്ത് പറയും? അയ്യോ എനിക്ക് ഇതിനൊന്നും സമയമില്ല, എൻ്റെ വീട്ടില് ഒരുപാട് ജോലികളുണ്ട്, എനിക്കിത് ചെയ്യാനൊന്നും നേരമില്ല,
എൻ്റെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, പിന്നെ അവര് സ്കൂളിൽ നിന്ന് വരും, പിന്നെ അവരെ നോക്കണം, ഭർത്താവിനെ നോക്കണം, വീടടിച്ചു വാരണം, ഇങ്ങനെ ഓരോ പ്രാരബ്ധങ്ങളും ഓരോ എക്സ്ക്യൂസസും ആണ് പറയുന്നത്. നമ്മൾ പറയും ഈ ഒരു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ വായിക്കും, അല്ലെങ്കിൽ അത് നന്മയ്ക്കാണ് നമ്മൾ പറയുന്നത്, നിങ്ങളും കൂടി ഇതിനകത്ത് വരണം, നല്ലതാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാലൊന്നും ചിലർ കേൾക്കൂല. അതുപോലെ ഗുരുവായൂർ വെച്ച് ഇതുപോലെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ബുക്കുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോ അത് കൊടുക്കുമ്പോ പലരുടെയും കയ്യിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാല് അവർക്ക് വേണ്ട, നമ്മൾ പറഞ്ഞ് ഫ്രീ ആണ്, നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ, കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത് പറഞ്ഞാല് വേണ്ടാന്ന് പറഞ്ഞിട്ട് തട്ടിയിട്ട് നമ്മുടെ കൈ പോലും തട്ടിയിട്ട് പോണ 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 അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ മേടിച്ച്, ചിലർക്കൊക്കെ നല്ല രീതിയിൽ അവര് അത് സ്വീകരിച്ച് വായിക്കുമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്യില്ല. അതാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ അവർക്ക് അത് ചെയ്യാൻ തോന്നാത്ത എന്താന്ന് വെച്ചാൽ അവരുടെ സമയം എത്തിയിട്ടില്ല, അതാണ്. അപ്പൊ ആരെയും കുറ്റം പറയേണ്ട, അല്ല കുറ്റമല്ല ഇത് പറഞ്ഞത്, കുറ്റമല്ല. കാരണം നമ്മളായാലും ആദ്യമെല്ലാം ഇപ്പൊ തോന്നുന്നു കുറെ കൂടി നേരത്തെ നമ്മൾ ഈ കൃഷ്ണാവബോധത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പോഴെങ്കിലും വരാൻ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചതിൽ വളരെയധികം നന്ദി പറയാനേ നമുക്ക് നേരമുള്ളൂ. അപ്പോ അതുപോലെ ഇപ്പോ ഇപ്പൊ ജീവിക്കുന്ന ആളുകൾ ഇപ്പൊ ഫാക്ടറികളിലായാലും എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഓരോരുത്തർ ജീവിക്കുന്നത്. ഫാക്ടറികളിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും IT ഫീൽഡിലായാലും നല്ല പൈസയൊക്കെ കിട്ടും കോർപ്പറേറ്റ് ഇതിലൊക്കെ അല്ലെങ്കിൽ IT കമ്പനികളിലൊക്കെ. പക്ഷെ അവർക്കൊരു ജീവിതം എന്ന് പറഞ്ഞതില്ല. എപ്പോഴും ജോലിയും ഇതുമാണ്. രാത്രി ഷിഫ്റ്റ്, ഒരുപാട് ജോലി ചെയ്ത് ഈ കരിമ്പിന്റെ ജ്യൂസ് എടുത്തിട്ട് ഇതാക്കൂലേ, അതുപോലെയാണ് ആളുകളെ ഇപ്പൊ ഇഴിഞ്ഞ് അവര് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. കാരണം വളരെ കഷ്ടപ്പാടാണ്, വളരെ കഷ്ടപ്പാടാണ്. ഇപ്പൊ ഫോറിനിൽ പോയിട്ടായാലും ചിലർ ചെയ്യുന്ന അവിടെയൊക്കെ എക്സ്ട്രീം ചൂടാണ്, എക്സ്ട്രീം ചൂടാണ്, അതുപോലെ എക്സ്ട്രീം തണുപ്പുമാണ്. അതിലൊക്കെ കടന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിലൊക്കെ അയക്കുന്നത്. നമുക്ക് തോന്നുന്നു അവിടെ പോയവരെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നവരും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, എന്നാലും മിക്കവരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളിടത്തോളം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഭഗവത്ഗീതയില് പറയുന്ന 6-ാമത്തെ അധ്യായത്തില് 41 തൊട്ട് 43 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നു, നമ്മളിപ്പോ ഭക്തിയോഗം ചെയ്യണം, അല്ലെങ്കിൽ ഭക്തിയുഗ സേവനം പ്രേമത്തോട് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്ത് നമുക്കത് മുഴുവനാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അത് നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ചോദ്യം കൃഷ്ണന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അങ്ങനെ പരാജിതരാകുമ്പോൾ പുണ്യം ചെയ്തിട്ടുള്ളവരുടെ ആയിട്ടുള്ള ഉപരിലോകങ്ങളുണ്ട്. ആ ഉപരിലോകങ്ങളിൽ അവർക്ക് പോകാൻ സാധിക്കും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ട് കുറെ നാള് സന്തോഷമായിട്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിച്ചതിന് ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെ ധനിക കുടുംബത്തിലോ അല്ലെങ്കിൽ നല്ല ബ്രാഹ്മണ കുടുംബത്തിലോ ഒക്കെ അവർക്ക് വീണ്ടും ജയിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാല് അവര് എവിടെ വെച്ച് നിർത്തിയോ, അവര് ചെയ്ത സേവനങ്ങൾ എവിടെയും പോവില്ല. അത് എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും അവർക്ക് തുടങ്ങാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ ലഭിക്കാൻ ഭഗവാൻ അതിനെ സഹായിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവര് തുടർന്നിട്ട് ഈ കൃഷ്ണ കോൺഷ്യസിൽ വന്നിട്ട് അവര് ഉയരണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ശ്രീല പ്രഭുപാദ് പറയുന്നതാണ്, എന്താന്ന് യോഗാനുഷ്ഠാനം ചെയ്തു, നമ്മള് യോഗാനുഷ്ഠാനം ചെയ്തിട്ടും വിജയിക്കാതിരുന്നാല് അവര് എവിടെ പോകും എന്നുള്ളത് ഒരു ചോദ്യം വന്നപ്പോ പറയാണ്. അതായത് അതീന്ദ്രിയമായിട്ടുള്ള യോഗികളുടെ കുലത്തില് അവര് പിറക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ലോകത്തില് അത്തരം ജന്മങ്ങളൊക്കെ ദുർലഭമാണ്, എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല, ഇല്ലേ? അങ്ങനെ കിട്ടണം എന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് നമ്മൾ പുണ്യങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ജന്മം കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ കുലത്തിൽ ജനിക്കുന്നവർക്ക് എന്താണുള്ളത് മെച്ചം? അതായത് അവരുടെ ജീവിത ആരംഭം മുതൽക്ക് തന്നെ അവർക്ക് പിന്നെ ആധ്യാത്മിക പ്രവണത ഉണ്ടാകും. ആധ്യാത്മികമായിട്ടുള്ള
ഇതുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ ചില ആചാര്യന്മാരുടെ കുടുംബങ്ങളിലൊക്കെ ചില കുട്ടികൾ ജനിക്കുന്നു. ഇപ്പൊ ഒരു ഭാഗവത് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എപ്പോഴും എത്രയോ ബുക്കുകൾ വിൽക്കുന്നു, കുറെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു, സ്കൂളിലൊന്നും പഠിക്കാൻ പോകുന്നില്ല, ഗുരുകുലത്തിൽ പോയി പഠിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയെ. അപ്പൊ അതൊക്കെ മുൻജന്മത്തിലെ ഇതാണത്. അത് മുഴുവനാക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അപ്പൊ പറയുന്നത് ശ്രീല പ്രഭുപാദ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ശ്രീല പ്രഭുപാദിന്റെ പിന്നെ ഗുരു മഹാരാജ്, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ് ഇതുപോലെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ എനിക്കും, അതായത് എനിക്ക് മീൻസ് ശ്രീല പ്രഭുപാദർക്കും അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ഒരാളാണെന്ന് ശ്രീല പ്രഭുപാദ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയും ആവുകയാണെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ പൂർണ്ണ വിജയം നേടാൻ സാധിച്ചെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റൂല അത്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ പിന്നെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കൃഷ്ണബോധത്തില് പൂർണ്ണത ഭരിക്കാൻ വേണ്ടിയുള്ള പല നല്ല അവസരങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെയാണ് നമുക്ക് നമ്മൾ പെരുമാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ നമ്മുടെ അടുത്ത് കാരുണ്യം കാണിക്കും, നമ്മുടെ ഫ്രണ്ടാണ്, വിഷറാണ് എന്നെല്ലാം മനസ്സിലാക്കണം. ഭഗവാൻ ആരോടും ദേഷ്യമില്ല. ഒരു ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കണേണ്. ഭഗവാന്റെ ഇപ്പൊ ഒരു ഒരു ഇത് പറയും, ശാസ്ത്രത്തിൽ പറയണ ഒരു വൃക്ഷത്തില് 2 പക്ഷികൾ ഇരിക്കുന്നുണ്ട്. അതില് ഒരു പക്ഷി ജീവാത്മാവ്, ഒരു പക്ഷി പരമാത്മാവ്. അപ്പോ ഈ ജീവാത്മാവ് എന്താ ചെയ്യുന്നത്? അത് ഇങ്ങനെ ഭക്ഷണം തേടിക്കൊണ്ട് ഇങ്ങനെ അലയുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരമാത്മാവ് ഇവിടെ ഇരിക്കുന്നത് എന്താ ചെയ്യുന്നത്? സാക്ഷിയായിട്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ ഇങ്ങനെ വിചാരിക്കും, പരമാത്മാവ് വിചാരിക്കും പിന്നെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് ചിലർക്ക് തോന്നില്ല, ചിലർക്ക് തോന്നും. അത് ഓരോരുത്തരുടെ കർമ്മഫലമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അപ്പൊ ഇതാ പറയുന്നത്, നമ്മള് ഭഗവാന് വേണ്ടി ഒരു ചെറിയ സേവനം ചെയ്താലും മതി, അധികമൊന്നും വേണ്ട, ചെറിയ സേവനം ചെയ്താൽ മതി. എന്താ പറയുന്നത്? സ്വല്പമപ്പസ്യ ധർമ്മസ്യ പ്രായിതോ മഹത്തോ ഭയാത് എന്നാണ് പറയുന്നത്. ചെറിയ സേവനങ്ങൾ ചെയ്താൽ പോലും അത് പാഴാവില്ല. ഇപ്പൊ ഭഗവാന് മറ്റേ ശ്ലോകത്തില് 9-26 പറഞ്ഞ പോലെ പത്രം പുഷ്പം ഫലം അത് ഒരു തുളസി ഇല വെക്കുകയോ അല്ലെങ്കിൽ ഒരു പൂവ് വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും അവനവന്റെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും വെക്കുകയോ പോകു വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ അത് ഒരിക്കലും മറക്കൂല. ഭഗവാൻ അറിയാം ഇതെല്ലാം ഭഗവാന്റെ കണക്കിലുണ്ടാവും. പക്ഷെ നമ്മളാണ് ഇതെല്ലാം മറന്നു പോകുന്നത്. അപ്പോ ഭഗവാന് വേണ്ടി നമ്മൾ കുറച്ച് ശ്രമമെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യാനായിട്ട് ചെയ്താൽ മതി. വലിയ അതിനെക്കുറിച്ച് ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പോണെങ്കിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. പരീക്ഷ എഴുതിയില്ലെങ്കിലും അല്ലെങ്കിൽ റാങ്ക് കിട്ടിയില്ലെങ്കിലും പാസ്സായില്ലെങ്കിലും ഈ ജന്മം അടുത്ത ജന്മം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെ വന്ന് പിറക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നും ശ്രമിക്കാത്തവനാണെങ്കിൽ അവരൊക്കെ എന്താ പറ്റുക? അയാൾ നരകത്തിൽ അല്ലെങ്കിൽ അന്ധകൂപത്തിലായിരിക്കും അയാളുടെ പഠനം എന്നാണ് പറയുന്നത്. പിന്നെ അയാൾക്ക് രക്ഷ ഉണ്ടാവില്ല. ഈ അന്ധകൂപത്തിൽ കിടന്ന ഒരു അത് പറയുന്നത് പൊട്ടക്കിണറിനോടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു പൊട്ടക്കിണറിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെ അയാൾ കരയ്ക്ക് കയറും? പിന്നെ എന്തൊക്കെ ചെയ്താലും വേറെ ആള് വരാതെ ഒന്നും കയറാൻ പറ്റൂല. ആ പുല്ല് മൂടി ഇത് ചെയ്ത് അതിനകത്ത് എത്ര ഒച്ചയിട്ടാലും ആരും കേൾക്കൂല. അങ്ങനെയാണ്. പിന്നെ രക്ഷയില്ല. പിന്നെ അയാൾ താന്ന് അങ്ങനെ പോകും എന്ന് പറയുന്നത്. അപ്പോ അയാൾക്ക് രക്ഷ ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും കീഴ്പോട്ടേ പോകാൻ സാധ്യതയുള്ളൂ. അതായത് ജന്മമൃത്യു ജരാവ്യാധിയിൽ അയാൾ അങ്ങനെ പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുറത്ത് കടക്കാനായിട്ട് പറ്റില്ല. പക്ഷെ പുറത്ത് കടന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഭൗതിക ലോകത്തില് 3 തരത്തിലുള്ള ക്ലേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് അത്? ആദിഭൗതിക ദുഃഖം. എന്താണത് പറയുന്നത്? മറ്റ് ജീവികളായി നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെയാണ് ആദിഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. അതുപോലെ ആദിദൈവികം എന്ന് പറയുന്ന
അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ്. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഓരോ സ്ഥലത്ത് പ്രളയം ഉണ്ടാകുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിന് അതിദൈവിക എന്ന് പറയും. പിന്നെ ആധ്യാത്മിക എന്ന് പറയും. അതായത് ഒരുവന്റെ സ്വന്തം ശരീര മനസ്സുകളുമായി ഉണ്ടാകുന്ന ദുഃഖത്തെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഭക്തൻ എപ്പോഴും ഭൗതിക വിഷയങ്ങളിൽ നിന്നും അനാസക്തനായിട്ട് കൃഷ്ണ കോൺഷ്യസില് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃഷ്ണനെ മുൻനിർത്തി, കൃഷ്ണനെ നടുക്ക് നിർത്തി നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാ. കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറയാ. അപ്പോ അതിന് പുണ്യങ്ങളോ ദോഷങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യുക്ത വൈരാഗ്യം എന്നുള്ളത് വരും. അപ്പൊ ഈ പ്രക്രിയ കൊണ്ട് ഒരാളെ പരിപൂർണതയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന്റെ സാമീപ്യം കിട്ടാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, ഊഹാപോഹങ്ങൾ കൊണ്ട് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല, ഒരിക്കലും ലഭിക്കില്ല ഊഹാപോഹം കൊണ്ട്. അതിന് ഒരു ഉദാഹരണം പ്രഭുപാദ് നല്ലൊരു ഉദാഹരണം പറയുന്നത് അതെന്താന്ന് വെച്ചാല്, ഈ ഉമിയുണ്ടല്ലോ, ഉമി നമ്മൾ എത്ര കുത്തി ഇതാക്കിയാലും അതിൽ നിന്ന് നെൽമണി എടുക്കാൻ പറ്റുമോ, ധാന്യം എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ അതിന്റെ ഫലം കിട്ടുന്നത്? ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് കൈക്ക് കൊമള വന്ന് കഷ്ടപ്പാടായിരിക്കും അതിന്റെ ഫലം. അതുപോലെയാണ് നമ്മൾ ഊഹാപോഹങ്ങളിൽ കൂടി പിന്നെ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് ശ്രമിച്ചാൽ എന്നുള്ളത് അത് അറിയുന്നു. പിന്നെ ഈ ഭഗവാനെ നിഷേധിക്കുന്നവര്, അതായത് അവര് ഭഗവാനുണ്ടോ അങ്ങനെ നിഷേധിക്കുന്നവരാണ് അവര്. അപ്പൊ അവര് സ്വയം തൃപ്തരായിട്ട് അവർക്ക് സമ്പത്തുണ്ടാവും, അല്ലെങ്കിൽ ദുരഭിമാനം ഉണ്ടാവും. ഇയാളൊക്കെ വ്യാമോഹിതരായിട്ട് അവര് അഹങ്കാരത്തോടെ അവര് ചിലപ്പോൾ ചില വൈദിക കാര്യങ്ങളൊക്കെ ചെയ്യും. വൈദിക വിധികൾ അനുസരിക്കാതെ ചില പേരിന് ചില യജ്ഞങ്ങൾ അവര് പറഞ്ഞ പോലെയൊന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില വൈദിക കാര്യങ്ങളൊക്കെ അവര് ചെയ്യും. അങ്ങനെ അനുഷ്ഠിക്കുന്നവള് അവര് സ്വയം ആചാര്യന്മാരാണെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ സ്വയം ഭഗവാനാണ്, നാരായണനാണ് എന്നുള്ളതൊക്കെ അവര് പറയും. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെയൊക്കെ അവര് വഴിതെറ്റിക്കും. അങ്ങനെ വഴിതെറ്റിക്കും. പിന്നെ മൂഢരായിട്ടുള്ള ഈ മനുഷ്യര് അവര് ഈശ്വരനാണെന്ന് പറഞ്ഞ് അവരെ ആരാധിക്കാനും തുടങ്ങും. പിന്നെ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പേരെ ആരാധിക്കുന്നത്. പിന്നെ എന്താണ്, ഫിലിം സ്റ്റാറിലുള്ളവര് കുശുമ്പന്റെ അമ്പലം കെട്ടി മറ്റേത് കെട്ടി പിന്നെ ഓരോ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ അവര് സന്യാസി വേഷം ധരിക്കും. വേഷത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പിന്നെ എന്നിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ്? കൊള്ളരുതാത്ത പ്രവർത്തികളാണ്, സന്യാസിക്ക് യോജിച്ച പ്രവർത്തികളല്ല അവര് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ എല്ലാവരും അല്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഈ ലോകത്തില് എന്നുള്ളതാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരും ഉണ്ട് ഈ ലോകത്തിൽ നിന്നാണ് പറഞ്ഞത്. പിന്നെ അസുരന്മാർക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള അസുരന്മാരുടെ സ്ഥിതി എന്താന്ന് വെച്ചാല്, അവർക്ക് മിഥ്യാഹങ്കാരം ഉണ്ടാവും, ബലം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും, കാമം ഉണ്ടാവും. ഇവയാലൊക്കെ അവര് സംഭ്രാന്തരായിട്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാല് തങ്ങളുടെയും മറ്റുള്ളവരുടെയും ശരീരത്തിലുള്ള പരമാത്മാവിനെ അറിയാതെ അവര് ഈർഷ കാണിക്കും. എന്താന്ന് വെച്ചാല് അവർക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ അവര് ഈർഷ കാണിക്കും, തന്നോടും മറ്റുള്ളവരോടും ഈർഷ കാണിക്കും. അങ്ങനെ തങ്ങളുടെ ദുരഭിമാനവും ബലവും സമ്പാദിച്ച ധനവുമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. തന്നോട് എതിർക്കാൻ ആരുമില്ല, ഞാൻ എല്ലാത്തിലും വലുതാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവും. പക്ഷേ അടുത്ത ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജന്മമാണ് കെട്ടിപ്പടുക്കുന്നത്. അടുത്ത ജീവിതം നമ്മുടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഈ ജീവിതമാണ് അത് തയ്യാറെടുപ്പാണ് അതിനുള്ളത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ ഈർഷയുള്ളവരും ദുർബുദ്ധികളുമായ ഈ ധിക്കാരികളെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളില് വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു എന്ന് 16-ാമത്തെ അധ്യായത്തില് 19 പറയുന്നു. അങ്ങനെ അവര് പിന്നെ താഴോട്ട് പോകാനാണ് ഇത്തരത്തിലുള്ള ഭൗതിക അസുരന്മാരുടെ ലക്ഷ്യം. ഭൗതികതയിൽ തന്നെയാണ്, ഭൗതിക ഉത്കർഷത്തിലാണ് അവരുടെ
ജീവിതം അവർ കെട്ടിപ്പടുക്കുന്നത്. ഇവരെയാണ് ആത്മസംഭാവിത എന്ന് പറയുന്നത്. അവർക്ക് ഭൗതിക ലോകത്തിലുള്ള ഇതിലാണ് ആഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള അസുരന്മാരെ ആത്മസാക്ഷാത്കാരത്തിന്റെയും ഈശാവാസ്യ ജ്ഞാനത്തിന്റെയും അഭാവത്തിൽ ഏറ്റവും അന്ധകാരപൂർണമായ പ്രദേശങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് പ്രഭുപാദ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ജനനം, വാർദ്ധക്യം, പിന്നെ രോഗം, മരണം എന്നീ ഭൗതികമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ എങ്ങനെ ധനാർജനം കൊണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടോ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റില്ല നമുക്ക്. അത് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നതും കുറെ രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതായത് USA, ചൈന, ജപ്പാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളും അവർക്ക് ഭൗതികമായിട്ട് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഒന്നുമില്ല. എന്താണത്? മനസ്സമാധാനം ഇല്ല, ശാന്തി ഇല്ല. അത് തേടിക്കൊണ്ട് നടക്കണേണ്. അപ്പൊ പൈസ കൊണ്ടോ അല്ലെങ്കിൽ കുറെ പൈസ നമ്മൾ ബാങ്കിൽ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് സുഖം കിട്ടുകയില്ല. നമുക്ക് സുഖം കിട്ടണമെങ്കിൽ കൃഷ്ണന്റെ കാൽപാദങ്ങൾ തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ സമാധാനം തേടി അലയുകയാണ്. യഥാർത്ഥമായ ആനന്ദം എന്താ നേടണമെങ്കിൽ കൃഷ്ണനെ ആശ്രയിക്കണം. അതിന് ഭഗവത്ഗീത, ഭാഗവതം മുതലായവ വായിക്കണം. അത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നത് അല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മുടെ ബ്രഹ്മമധ്വ ഗൗഡീയ പരമ്പരയിൽ കൂടിയുള്ള ആളുകള്, ആചാര്യന്മാര്, ഗുരുക്കന്മാര് അവര് പറഞ്ഞത് വേണം നമ്മൾ കേൾക്കാനായിട്ട്. അപ്പോൾ മാത്രമേ അത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് മെച്ചം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഭാഗവത്തിൽ ഒരു ശ്ലോകം പറയുന്നു. അതായത് 10:14-8 ഒരു ശ്ലോകം പറയുന്നു. എന്താണെന്ന് വെച്ചാല് സത്യേനുകമ്പാ സുഷമീഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം ഹൃദ്വാത്മപൂർഭിർവിധന്യമസ്തി ജീവേ തെയ്യോ മുക്തിപദേ സദായ ഭാഗ് എന്ന് പറഞ്ഞു. എന്താ പറയുന്നത് ഈ ശ്ലോകം എന്ന് വെച്ചാല്, പ്രിയ പ്രഭു, പൂർവജന്മ ദുഷ്കൃതികളുടെ ഫലങ്ങളാണ് ഫലങ്ങളൊക്കെ ക്ഷമയോടെ അനുഭവിച്ചുകൊണ്ട് മനസാ വാച കർമ്മണ അങ്ങേ സാദരം പ്രണമിച്ചുകൊണ്ട് അങ്ങയുടെ അഹേതുകമായ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുവൻ മോക്ഷത്തിന് അർഹനാണ്. കാരണം അതവന്റെ ന്യായമായ അവകാശമായി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാല്, മനുഷ്യജന്മം കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമുള്ളതല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങൾ, അതായത് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ്, ജന്മമൃത്യു, ജരാവാദി, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മറിച്ച് പ്രകൃതി നിയമങ്ങൾ നമുക്ക് മേൽ ഏൽപ്പിക്കുന്ന എല്ലാ ഭൗതിക ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളത് കൂടിയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട്, അപ്പൊ എല്ലാവരും കൃഷ്ണാവബോധത്തിൽ വന്നിട്ടുള്ളവരെല്ലാവരും മറ്റുള്ളവരെയും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എല്ലാ ദിവസവും ഭഗവത്ഗീത, ഭാഗവതം മുതലായവ എത്ര സമയം ഇല്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ട് എല്ലാവരും വായിക്കണം. ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും വേണം. എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച്, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എല്ലാം ഒന്നാണ്. എല്ലാവർക്കും ഒരേ ലക്ഷ്യത്തിലുള്ളവരാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭൂദേവി മാതാജി, വളരെ നന്ദി. ഇന്നത്തെ ക്ലാസ് വളരെ സുന്ദരമായിട്ട്, അതായത് മനുഷ്യജന്മത്തിന്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഭഗവത് സേവനവും ആത്മസാക്ഷാത്കാരവുമാണ്. പിന്നെ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ സാമീപ്യം ലഭ്യമാകും. ഇങ്ങനെ വളരെ സുന്ദരമായിട്ട് നമുക്ക് ഈ ശ്ലോകത്തെ പറ്റി മുഴുവൻ നന്നായിട്ട് പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ പ്രഭു. ഹരിദാസ് ഠാക്കൂറിന്റെ ആ ജന്മം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മാതാജി ഒന്ന് പറയാൻ പറയും. അത് ക്ലിയർ ആയില്ല പറഞ്ഞു. വളരെ ഒരു
വൺ സെന്റൻസിലെ പറഞ്ഞുള്ളൂ. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയോ? അത് അതായത് ഹരിദാസ് ഠാക്കൂർ ബ്രഹ്മാവിന്റെ ജന്മമാണ് അടുത്തതായിട്ട് ഉണ്ടായിരുന്നത്. അതായത് ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. മുസ്ലിം കുടുംബത്തിൽ അതെ. ജനിച്ചു അല്ല, കഴിഞ്ഞ അതിനു മുൻപ് എന്തായിരുന്നു ഹരിദാസ് ഠാക്കൂർ? ആരായിരുന്നു എന്ന് പറഞ്ഞത്? ബ്രഹ്മാവിന് മറ്റേ ഇവരെയൊക്കെ കൊണ്ടുപോയല്ലോ, ഗോപന്മാരെ എല്ലാം ബ്രഹ്മവിമോഹന ലീല. ബ്രഹ്മവിമോഹന ലീലയില് ഇങ്ങനെ എല്ലാ ഗോപന്മാരെയും എല്ലാം കൃഷ്ണന്റെ അടുത്തുനിന്ന് മാറ്റിയല്ലോ. അപ്പൊ അത് ഉവ്വ്. മാറ്റി കഴിഞ്ഞപ്പോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏറ്റവും മുകളിലിരിക്കുന്ന ബ്രഹ്മാവെന്നൊക്കെ പറയണത് നല്ല ഉയർന്ന ഇതിലാണ്. എല്ലാ അതെ, സൃഷ്ടികർത്താവാണ്. എല്ലാവരും സത്യലോകത്ത്, ബ്രഹ്മാണ്ടത്തിന്റെ സത്യലോകത്ത് ബ്രഹ്മലോകത്ത്, ഇരിക്കുന്ന അത് വ്യക്തി. സത്യലോകത്തില്. അതെ അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ വീണ്ടും ഒരു ജന്മം എടുക്കാനായിട്ട് പിന്നെ പറഞ്ഞയച്ചു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം മായാപ്പൂര് പോയിട്ട് ഗൗരംഗ പ്രഭുവിന്റെ അടുത്ത് തപസ് ചെയ്തിട്ട് അപ്പൊ പറഞ്ഞു, പക്ഷെ നമ്മൾ എവിടെ ജനിക്കുകയാണെങ്കിലും നമ്മൾ കൃഷ്ണഭക്തനായിട്ട് തന്നെ, നരകത്തിൽ കൊണ്ടിട്ടാലും നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മുസ്ലിം കുടുംബത്തിൽ ജനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാല് മുസ്ലിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലൂല്ലല്ലോ, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. അപ്പൊ അങ്ങനെ അതെ. വരുമ്പോ അത് ചൊല്ലുമ്പോ അവര് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഹരിദാസ് ഠാക്കൂറിനെ ഓരോ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. എത്രയോ അടികൾ ഇങ്ങനെ പുറമേയൊക്കെ അടിച്ചു കഴിയുമ്പോഴും ഇവിടെയൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഒന്നും മിണ്ടൂല. അപ്പോഴും എന്താ ചെയ്യണത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ആ, രാമ രാമ ഹരേ ഹരേ എന്നാണ്. അത് വിടാതെ ചെല്ലണം. നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, ഏത് വിഷമം വന്നാലും നമ്മൾ അപ്പൊ തന്നെ മാല എടുത്ത് ജപിക്കണം. നമുക്ക് മനസ്സിന് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഭഗവത്ഗീത എടുത്ത് വായിക്കണം. നമുക്ക് അതിനകത്ത് നമ്മൾ എന്ത് പ്രശ്നമാണ് നമുക്ക് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് എങ്ങനെ ഭഗവാൻ തോന്നിക്കും. അതാ പറയുന്ന ഭഗവത്ഗീതയെ പറയുന്ന തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം ഉപയാന്തിതേ എന്ന് പറയുന്നത്. അതായത് ഭഗവാന് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ബുദ്ധികള് അങ്ങനെയുള്ളവർക്ക്, പ്രേമത്തോടെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ തരും. അപ്പൊ ഭഗവാൻ ഉണ്ടെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ആദ്യം വേണ്ടത് നമുക്ക് ഭഗവാൻ ഉണ്ട്, ഭഗവാൻ എന്റെ കാര്യം നോക്കിക്കോളും വെച്ചാൽ. ഇപ്പൊ നമ്മള് ഇങ്ങനെ കാണാറുണ്ട്, ഇപ്പൊ കാക്കകൾ പറക്കുന്നു, പക്ഷികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂച്ച അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒരു ബട്ടർഫ്ലൈ അങ്ങോട്ട് പോകുന്നു. ഞാൻ വിചാരിക്കും ഇവരുടെ ഉള്ളിലൊക്കെ ഭഗവാനാണ് ഉള്ളത്. അപ്പൊ അവര് ഇങ്ങനെ തേടി തേടി പൂക്കളിൽ പോകുന്നു, അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം ഭഗവാൻ ഉണ്ടാക്കും. അപ്പൊ നമ്മള് ജീവിതം ഇതിനു വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുക, ഭഗവാന് വേണ്ടി പിന്നെ ഭഗവാന്റെ വായിക്കുക, ഭഗവാന് വേണ്ടി നാമം ജപിക്കുക, ഭഗവാനെ നന്ദി പറയുക. അത് ഇപ്പൊ നമുക്കൊക്കെ നന്ദി പറയാനേ നേരമുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ. അങ്ങനെയാണ് ഹരിദാസ് ഠാക്കൂർ അങ്ങനെയായിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഹരിദാസ് ഠാക്കൂർ ഇവിടെ ജഗന്നാഥ് പുരിയുടെ അവിടെ അടുത്താണ്, അവിടെ പോയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മറ്റേ ചൈതന്യ മഹാപ്രഭു ഉണ്ടല്ലോ, ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും പിന്നെ പുരിയിലെ പിന്നെ പ്രസാദവും കൊണ്ട് അവിടെ വീട്ടിൽ പോകുമായിരുന്നു. ഹരിദാസിന്റെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഹരിദാസ് ഠാക്കൂറിന് കൊടുക്കും. അവസാനം എന്താ പറ്റിയെന്നറിയോ? അത് നമ്മുടെ നാമാചാര്യൻ എന്നാണ് പേര് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്. കാരണം ഒരു ദിവസം അദ്ദേഹം 3 ലക്ഷമാണ് ജപിക്കുന്നത്. കാരണം 22 മണിക്കൂറും 2 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. 3 ലക്ഷം ആർക്ക് ജപിക്കാൻ പറ്റും? അപ്പൊ അത് ഇങ്ങനെ ജപിച്ചോണ്ടേയിരിക്കും. ഇത്ര ജപം കഴിഞ്ഞാലേ ഞാൻ ഇത്ര കഴിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് പേരിട്ടത് നാമാചാര്യൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോ അവസാനം മരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ടായിരുന്നു. അപ്പോ പറഞ്ഞു, മനസ്സിലായി, ചൈതന്യപ്രഭുവിനും മനസ്സിലായി, ഇദ്ദേഹത്തിനും മനസ്സിലായി. അപ്പോ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അടിയിൽ കിടന്ന് മരിക്കണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ, ആർക്ക് കിട്ടും ഇങ്ങനത്തെ ഭാഗ്യം? ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടാണ് അവിടെ ഉള്ള നദിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെയുള്ള സമുദ്രത്തിലാണ് കൊണ്ടുപോയി ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി എനിക്ക് ഇത്രേ അറിയാവൂ. ഇനി സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ട്, അവര് വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരും. ഹരേ കൃഷ്ണ മാതാജി, ക്ലിയർ ആയി. എനിക്ക് ക്ലിയർ ആയി. ആ അടികളൊക്കെ കൊണ്ടത് ഭഗവാനാന്നുള്ളതൊക്കെ
കേട്ടിട്ടുണ്ട് മൊത്തം. അടികത് ഏത് അടികളൊക്കെ കൊണ്ടത് ഭഗവാനാന്നുള്ളത് ഭഗവാൻ പിന്നെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഹരിദാസ് താക്കൂറിന്റെ മേലുള്ള അതൊക്കെ അത് അങ്ങനെയല്ലേ അതൊക്കെ. ഉണ്ടാവുള്ളൂ. ഭഗവാൻ നമ്മുടെ ആ, കൂടെ ഉണ്ടാവും. അതിപ്പോ അതെ അങ്ങനെയല്ലേ. അതെ അതെ. പ്രഹ്ലാദൻ എന്തായിരുന്നു? പ്രഹ്ലാദ് മഹാരാജിന്റെ കാര്യം എന്തായിരുന്നു? എത്ര അടി, എത്ര പാമ്പിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു, മലയുടെ മുകളിൽ വെച്ചു. പക്ഷെ ഒരു പേടിയില്ലാതെയല്ലേ ഇരിക്കണത്. പുറകിലൊക്കെ ഇങ്ങനെ അടിക്കുമായിരുന്നില്ലേ? പാമ്പിനെ കൊണ്ട് കുത്തിച്ചില്ലേ? ആനയെ കൊണ്ട് ചവിട്ടിച്ചില്ലേ? എന്തെല്ലാം പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇട്ടില്ലേ? പേടിയുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് പേടിയില്ലാത്തത്? കാരണം ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അടിയൊക്കെ ഭഗവാനായിരിക്കും. ഭഗവാൻ അറിയാം ഭഗവാന് ചെയ്യാൻ പറ്റാത്തത് എന്താ ഉള്ളത്. മുമ്പ് ഒരു കഥ പറഞ്ഞ പോലെ പിന്നെ ഭഗവാന് ചെയ്യാം. ഒരു സൂചിയുടെ ഊട്ടേ കൂടി ഒരു ആനയെ കടത്താൻ ഭഗവാന് കഴിയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? പക്ഷെ വിശ്വസിക്കണം. കാരണം ഭഗവാന് അത്രയും ശക്തിയുണ്ട്. ഭഗവാൻ വിചാരിച്ചാൽ എന്ത് കാര്യം നടക്കും. ആ ഒരു വിശ്വാസം നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ നമ്മുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാം നടക്കും. നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും നല്ല കാര്യങ്ങൾ നമ്മുടെ ഇതിനനുസരിച്ച് ഭഗവാൻ നടത്തി തരും. പിന്നെ ഒന്ന് വിശ്വസിക്കേണ്ട എന്താണ്? നമ്മൾ വിചാരിച്ചല്ല നടക്കേണ്ടത്, ഭഗവാൻ വിചാരിച്ചത് വേണം നമുക്ക് അപ്പോഴേ വിചാരിക്കുക ഭഗവാൻ ഇത് എന്റെ നല്ലതിനാണ് ആയിട്ടാണ് ചെയ്തിരിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാം മാതാജി. കേൾക്കുന്നുണ്ടോ മാതാജി? പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ സൗമ്യമായ രീതിയിൽ, വളരെ ശാന്തമായ രീതിയിൽ മാതാജി എല്ലാ പോയിന്റ്സുകളും കവർ ചെയ്തു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നല്ല എന്താ വേണം മാതാജി? എന്താ വേണം മാതാജി? എന്താണ്? വളരെ താങ്ക് യു വെരി മച്ച് മാതാജി. ക്ലാസ് വളരെ വളരെ മനോഹരമായിരുന്നു. വളരെ വളരെ രസകരമായിട്ട് കേട്ടിരിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ ഉദയ മാതാജി. പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു. ഹരിബോൾ. ഹരിദാസ് ഠാക്കൂറിന്റെ കഥ നല്ലതായിട്ട് പറഞ്ഞു. ഹരിദാസ് ഠാക്കൂർ ബ്രഹ്മാവ് അത്രയും അഹങ്കാരം, ബ്രഹ്മാവിന്റെ ആ ഒരു അത്രയും ഇതോട് ഭഗവാനോട് അങ്ങനെ കാണിച്ചിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ബോധത്തില് ബ്രഹ്മാവ് വന്ന് ഭഗവാനോട് ചോദിക്കുമ്പോഴാണ് അടുത്ത പ്രാവശ്യം ഹരിദാസ് അത്രയും ഹമ്പിളായിരുന്നു. ഹരിദാസ് ഠാക്കൂർ ആ ഒരു ഇതിന്റെ അവതാരമായിരുന്നു. ആ ഒരു ഹമ്പിളായിട്ടുള്ള, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു ജന്മം കൊടുത്തിട്ട് ഹരിദാസ് ഠാക്കൂറിനെ പോലെ അത്രയും ഇതായിട്ട് ഭഗവാൻ കൊണ്ടു നടന്നിട്ടുള്ള ആളില്ല. ബ്രഹ്മാവിന് അത്രയും അപ്പോൾ ഭഗവാൻ ക്ഷമിച്ചില്ല ബ്രഹ്മാവിനോട്. ആ സമയത്ത് ഭഗവാൻ ക്ഷമിച്ചിട്ടില്ല ബ്രഹ്മാവിനോട്. കാരണം ഇന്ദ്രനോട് ക്ഷമിച്ചു, ബ്രഹ്മാവിനോട് ക്ഷമിച്ചില്ല. കൊടുക്കണമല്ലോ, ചെറിയ പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ചെറിയ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഭഗവാൻ അന്നേരം ക്ഷമിക്കാത്തത് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ ആൾക്കാരെ അകറ്റി. അത് ഭഗവാൻ ക്ഷമിച്ചില്ല. അതേസമയം ഇന്ദ്രൻ അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഭഗവാന്റെ കൂടെ നിർത്തി. അതുകൊണ്ട് ഇന്ദ്രനോട് ക്ഷമിച്ചു, ബ്രഹ്മാവിനോട് ക്ഷമിച്ചില്ല. പക്ഷെ ബ്രഹ്മാവ് അത്രയും പശ്ചാത്താപമായിട്ട് വന്നതുകൊണ്ട് അതുപോലൊരു ജന്മം കൊടുത്തു. ഭഗവാൻ തന്നെ കൈകൊണ്ടെടുത്ത് പുരിയിലെ കടലിലാണ് അവിടെ ഭഗവാനെ കൊണ്ട്. പേരുണ്ട്, ഞങ്ങൾ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓർമ്മ ഉണ്ട്, ആ ഒരു കടലാണ് അതിന്റെ പ്രത്യേക പേരെനിക്കാണ്. മഹാനദി മഹാനദി എന്നാണ്. മഹാനദി. അവിടെ കുളിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇത് എന്താണ് മഹാരാജിന്റെ ഇതൊക്കെ ഉള്ളപ്പോ 2 പ്രാവശ്യം പോയി. പിന്നെ പൂർണ്ണാനന്ദരി മാതാജിയുടെ കൂടെ 1 പ്രാവശ്യം പോയി. അയ്യോ, അതൊക്കെ ഒരു നല്ല യാത്രയായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ താങ്ക് യു മാതാജി, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടാണ് മാതാജി. എത്രയോ സീനിയർ ഡിവോട്ടീസിന്റെ ഹെൽപ്പ് കൊണ്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ടും മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. എനിക്കൊരു കഴിവില്ല. പ്രഭുപാദ എന്താ ഇതിനകത്ത് പറഞ്ഞത് എന്ന് വെച്ചാല് അത് നോക്കിയിട്ട് ഞാൻ ഗുളിക രൂപത്തിൽ തന്നെ അതങ്ങനെ വിളമ്പി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ചത് പ്രഭുപാദയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊന്ന് എടുത്ത് വിളമ്പിന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. സീനിയർ ഡിവോട്ടീസിന്റെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ചോദ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നരസിംഹ പ്രാർത്ഥനയോടെ.
നരസിംഹ പ്രാർത്ഥന ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപുവക്ഷഃ ശിലതൻകാനകാലായ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപത്തി തവ കരകമലവരേ നാഥാ അത്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപു തനുഭൃംഗ കേശവധൃത ഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേ 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 ജയ നരസിംഹദേ ജയ നരഹരി 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 ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രളാത്മരാജ ജയ പ്രളാത്മരാജ പ്രളാത്മരാജ ജയ പ്രളാത്മരാജ ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ഗുരുദേവ് गुरुदेव जय श्रील गुरुदेव भक्त शिरोमणि प्रहलाद महाराज की जय भक्त विक्रमराज നരസിംഹാൻ की जय ശ്രീല പ്രഭുപാദ് की जय. ഇന്ന് ഇവിടെ കൂടിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച. ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ.